പരമഭക്തനായ വില്വമംഗലത്തു സ്വാമിയാർക്ക് ഉണ്ണിക്കണ്ണന്റെ ദർശനം പതിവായി ലഭിച്ചിരുന്നു. ഒരു ദിവസം പൂജാസമയത്ത് ഭഗവാന്റെ കുസൃതി സഹിക്കാനാവാതെ സ്വാമിയാർ കോപിച്ചു പുറംകൈകൊണ്ട് തള്ളിമാറ്റി. വേർപിരിഞ്ഞ ഭഗവാൻ, ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻകാട്ടിൽ വരണം എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. ദുഃഖിതനായ സ്വാമിയാർ അനന്തൻകാട് തേടി അലയുന്നതിനിടയിൽ അടുത്തുള്ള ഒരു കുടിലിനകത്തു നിന്ന് വഴക്കുകേട്ടു. വഴക്കിനിടെ ഒരു കുടുംബനാഥൻ തന്റെ ഭാര്യയോട്, നീ ഇനിയും വഴക്കിനു വന്നാൽ നിന്നെ തല്ലിക്കൊന്ന് അനന്തൻകാട്ടിലേക്ക് വലിച്ചെറിയും എന്ന് പറയുന്നത് കേൾക്കാൻ ഇടയായി. ഈ സംഭാഷണത്തിലൂടെയാണ് സ്വാമിയാർക്ക് അനന്തൻകാട് എവിടെയാണെന്ന് മനസ്സിലായത്. കാട്ടിൽ പ്രവേശിച്ച സ്വാമിയാർ അവിടെ ആദിശേഷന്റെ മുകളിൽ അനന്തശയനം ചെയ്യുന്ന രൂപത്തിൽ മഹാവിഷ്ണുവിനെ ദർശിച്ചു. ഭഗവാന്റെ വലുപ്പം അധികമായതിനാൽ സ്വാമിയാർ അപേക്ഷിച്ചതിന്റെ ഫലമായി ഭഗവാൻ തന്റെ രൂപം ചുരുക്കി. അങ്ങനെ ഭക്തന് 3 വാതിലുകളിലൂടെ ദർശനം ലഭിക്കുന്ന രൂപത്തിൽ ഭഗവാൻ അവിടെ കുടികൊണ്ടു. ഈ ഐതിഹ്യമാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിന് വഴി തുറന്നത്.